സോ ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ദ വേൾഡ് ഫേമസ് ജെറ്റ്സൺ ഓറിൻ നാനോ ആണ്. എന്താണ് ജെറ്റ്സൺ നാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ റോബോട്ടിന്റെ പ്രോഗ്രാംസും റൺ ചെയ്യാൻ കഴിയുന്ന ഒരു മിനി കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ അഥവാ ഒരു മിനി ബ്രെയിൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതാണ് ദ വേൾഡ് ഫേമസ് NVIDIA's ജെറ്റ്സൺ നാനോ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ജെറ്റ്സൺ കണക്ട് ചെയ്യാം, എങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അതിനുശേഷം എങ്ങനെ ഒരു OS ബൂട്ട് ചെയ്യാം, എന്നിട്ട് അവസാനം നമ്മൾ എങ്ങനെ ഒരു പൈറ്റോർച്ച് മോഡൽ റൺ ചെയ്ത് ഇൻഫറൻസ് എടുക്കും എന്നും നോക്കും. സോ ഗൈസ്, നമുക്ക് ജെറ്റ്സൺ കിറ്റ് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും വേൾഡ് ഫേമസ് ജെറ്റ്സൺ നാനോ. പിന്നെ നമുക്ക് പവർ കേബിളുകൾ വരുന്നുണ്ട്. ആണ് ജെറ്റ്സന്റെ പവർ ചെയ്യുന്ന കേബിൾ. ഇത്രയുമാണ് ജെറ്റ്സന്റെ ഡെവലപ്പർ കിറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിലുള്ള ജെറ്റ്സൺ എന്ന് പറയുന്നത് 8GB VRAM ഉള്ള വെർഷനാണ്. സോ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ബേസിക്കലി ജെറ്റ്സന്റെ ബോർഡ്. ഇതിൽ നമുക്ക് ഇവിടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രൊസസ്സർ വരുന്നത്. അതിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് വിത്ത് എക്സോസ്റ്റ് ഫാൻ. അതിനുശേഷം നമുക്ക് വരുന്നത് ചില പോർട്സുകളാണ്. ഇതാണ് നമ്മുടെ പവർ പോർട്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട പവർ പ്ലഗ് ചെയ്യുന്നത്. ഈ പവർ പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ ജെറ്റ്സൺ ഓട്ടോമാറ്റിക്കലി പവർ ഓൺ ആവും. അല്ലാതെ പവർ ഓൺ ഓഫ് സ്വിച്ച് ബോർഡിലില്ല. പവർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ബോർഡ് ഓൺ ആകും. അതിനുശേഷം നമുക്കുള്ളത് ഡിസ്പ്ലേ പോർട്ടാണ്. ജെറ്റ്സൺ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഡിസ്പ്ലേ കേബിൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ടു HDMI കേബിൾ ആണ്. സോ ഡിസ്പ്ലേ പോർട്ടാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം നമുക്കുള്ളത് 4 USB പോർട്ട് ഉണ്ട്. USB പോർട്ട് നമുക്ക് കീബോർഡ്, മൗസ്, അല്ലാതെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള USB ഡിവൈസും കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കുള്ളത് ഇഥർനെറ്റ് പോർട്ടാണ്. പിന്നെ നമുക്കൊരു C പോർട്ടും ഉണ്ട്. C പോർട്ട് പവറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പകരം നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് മറ്റ് സെൻസറും മറ്റ് ഓർഡിനോ പോലുള്ള ബോർഡ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ജനറൽ പിന്നുണ്ട്. പിന്നെ ഈ ഒരു എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ നമുക്ക് USB വഴി കണക്ട് ചെയ്യാം. എന്നിരുന്നാലും നമുക്ക് അല്ലാതെ തന്നെ അഡീഷണലി 2 ക്യാമറ കണക്ട് ചെയ്യാനുള്ള പിൻസും ഉണ്ട്. ഇനി ഇതിന്റെ പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ജെറ്റ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോറേജ് ആണ്. അപ്പൊ നമുക്ക് ആ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ശേഷിയുള്ള ഒരു സ്റ്റോറേജിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടെ ഒരു SSD, അത് PCIe SSD ആഡ് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട്. ഇതാണ് ബേസിക്കലി ഒരു ജെറ്റ്സൺ ബോർഡിന്റെ ഘടന. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ജെറ്റ്സൺ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ്. നമുക്ക് കീബോർഡ് വേണം, മൗസ് വേണം, പിന്നെ പവർ പ്ലഗ് കണക്റ്റഡ് ടു എ പവർ സോഴ്സ്, ദെൻ HDMI to DP കേബിൾ. ജെറ്റ്സൺ പവർ ഓൺ ചെയ്യാം. സോ ആദ്യമായിട്ട് നമ്മൾ കീബോർഡും മൗസും USB പോർട്ട് വഴി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്പ്ലേ കേബിൾ കണക്ട് ചെയ്യാം. നമ്മൾ മൗസും കീബോർഡും ഡിസ്പ്ലേ യൂണിറ്റും കണക്ട് ചെയ്തു. ഇനി നമുക്ക് പവർ കേബിൾ ആണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെറ്റ്സൺ ഓട്ടോമാറ്റിക്കലി പവർ ഓൺ ആകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഇതിൽ microSD കാർഡ് ഇട്ടിട്ടില്ല. microSD കാർഡ് ഇല്ലാതെയാണ് പവർ ഓൺ ചെയ്യുന്നത്.